കെപിസിസിയുടെ കീഴിലുള്ള സംസ്കാര സാഹിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുധാ മേനോന്റെ ഇന്ത്യ എന്ന ആശയം എന്ന പുസ്തകത്തിന്റെ ചർച്ച അടിമാലിയിൽ നടന്നു. അടിമാലി നാഷണൽ ലൈബ്രറി ഹാളിൽ നടന്ന പുസ്തക ചർച്ച കെപിസിസി സംസ്കാര സാഹിതി സംസ്ഥാന സെക്രട്ടറി ഹാപ്പി കെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പുസ്തക ചർച്ചയിൽ പങ്കെടുത്തു. സംസ്കാര സാഹിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുധാ മേനോന്റെ ഇന്ത്യ എന്ന ആശയമെന്ന പുസ്തകത്തിന്റെ ചർച്ച അടിമാലിയിൽ നടന്നു. കെപിസിസിയുടെ കീഴിലുള്ള സംസ്കാര സാഹിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി വായനാ ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന സുധാ മേനോന്റെ ഇന്ത്യ എന്ന ആശയമെന്ന പുസ്തകത്തിന്റെ ചർച്ചയുടെ ഭാഗമായാണ് ഇടുക്കി ജില്ലയിലെ അടിമാലിയിൽ പുസ്തകത്തിന്റെ ചർച്ച നടന്നത്. അടിമാലി നാഷണൽ ലൈബ്രറി ഹാളിൽ നടന്ന പുസ്തക ചർച്ച കെപിസിസി സംസ്കാര സാഹിതി സംസ്ഥാന സെക്രട്ടറി ഹാപ്പി കെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ ജില്ലകളിലും മലപ്പുറം ഒഴികെ മറ്റ് 13 ജില്ലകളിലും സംസ്കാര സാഹിത്യ നേതൃത്വത്തിൽ ഇന്ന് ഇത്തരത്തിൽ വായനാ ദിനത്തിൽ പുസ്തക ചർച്ച സംഘടിപ്പിച്ചിരിക്കുകയാണ്. സുധാ മേനോന്റെ ഏറ്റവും പ്രസക്തമായ ആനുകാലിക പ്രാധാന്യമുള്ള ഇന്ത്യ എന്ന ആശയം എന്ന പുസ്തകത്തിലൂന്നിയാണ് ചർച്ചകൾ. അതിന്റെ വിശദാംശങ്ങളിലേക്ക് വന്നു. കെപിസിസി സംസ്കാര സാഹിതി ഇടുക്കി ജില്ലാ ചെയർമാൻ വി.ഡി. എബ്രഹാം അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരൻ ജോസ് കോനാട്ട് വിഷയാവതരണം നടത്തി. സാഹിത്യരംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളായ ജോസ് കോനാട്ട്, അക്ബർ നേരിമംഗലം, സി.എസ്. റജികുമാർ, സത്യൻ കോനാട്ട്, സി.എസ്. നാസർ, വിനൂസ് കറിയ, ഷീല ഷാജി, സരിത വേണുഗോപാൽ, ഡാനിയൽ എന്നിവർ പുസ്തക ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. സംസ്കാര സാഹിതി ജില്ലാ ട്രഷറർ ജോർജ് ജേക്കബ് സ്വാഗതവും താലൂക്ക് കൺവീനർ വിൽസൺ കെ.ജി. നന്ദിയും രേഖപ്പെടുത്തി. സാഹിത്യരംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളായ ജോസ് കോനാട്ട്, അക്ബർ നേരിമംഗലം, സി.എസ്. രജികുമാർ, സത്യൻ കോനാട്ട്, ചെറുകഥാ സമാഹാരം മിഴിപ്പൂക്കൾ രചയിതാവ് സരിത വേണുഗോപാൽ എന്നിവരെ ആദരിച്ചു. നിരവധി പേരാണ് പുസ്തക ചർച്ചയിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.